നമസ്കാരം. ഇ വിസ വന്നതിന് ശേഷം നമ്മൾ ഇന്ത്യയിൽ നിന്ന് യു കെയിലേക്ക് ട്രാവൽ ചെയ്യുന്നൊരു ചെറിയൊരു റീൽസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ എൻക്വയറി വന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇ വിസ എങ്ങനെയാണ് നമ്മുടെ പാസ്പോർട്ടുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് വന്നത്. അപ്പോൾ ഇനിയും ഇ വിസയുമായിട്ട് പാസ്പോർട്ട് ലിങ്ക് ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. ഇ വിസയുമായിട്ട് പാസ്പോർട്ട് ലിങ്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് വെച്ചാൽ മതി. അതിൻ്റെ പ്രോസസ്സ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ UKVI അക്കൗണ്ടിൽ നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഓപ്പൺ ആയിട്ട് വരും. അത് ഓപ്പണായി വന്നതിന് ശേഷം നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുകയാണ് വേണ്ടത്. സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആഡ് എ ന്യൂ ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡീറ്റെയിൽസിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പം നോ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ പാസ്പോർട്ടിൻ്റെ MRZ ഉള്ള പേജ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ് വരുന്നത്. നമ്മുടെ പാസ്പോർട്ടിന് നമുക്ക് സാധാരണ ഇങ്ങനെയുള്ള പാസ്പോർട്ടിൻ്റെ അകത്ത് MRZ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഈ അടിയിൽ ഇങ്ങനെ കുറച്ച് ഈ ഒരു പോർഷൻ ഇങ്ങനെ കാണിക്കും. കുറേ നമ്പറുകൾ പിന്നെ അതുപോലെ ഗ്രേറ്റർ ദാൻ സൈനൊക്കെ വരുന്നത്. ഈ പോർഷൻ നല്ല ക്ലിയർ ആയിരിക്കണം. എന്നിട്ട് നമ്മൾ ഈ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ പോർഷനാണ് അവർ റീഡ് ചെയ്യുന്നത്. നമ്മളിത് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ക്യാമറയ്ക്കകത്ത് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നല്ല ക്ലിയർ ആയിട്ടുള്ള, അതായത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ 4 വശങ്ങളും കാണാവുന്ന രീതിയിൽ ക്ലിയർ ആയിട്ടുള്ളൊരു ഫോട്ടോ എടുത്ത് വെക്കുക. എന്നിട്ട് ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ കറക്റ്റ് അല്ലെങ്കിൽ അവരൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യൂല. നമുക്ക് ഗ്രീൻ ടിക്ക് വരില്ല. അവർ വേറെ അപ്ലോഡ് അനദർ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് റിക്വയർമെൻറ്റ്സ് ഒക്കെ നമ്മൾ വായിച്ച് കഴിഞ്ഞിട്ട് അറിയാം. അത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ അടിക്കുക. കണ്ടിന്യൂ അടിച്ച് കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് പേജിൽ നമ്മളോട് ചോദിക്കും ഏത് ഡോക്യുമെൻ്റ് ആണ് നിങ്ങൾ ആഡ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് പാസ്പോർട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. പാസ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അപ്ലോഡ് ഓർ ടേക്ക് എ ഫോട്ടോ ഓഫ് യുവർ പാസ്പോർട്ട് എന്ന് പറയും. ഞാൻ പക്ഷേ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരിക്കലും റെക്കമെൻഡ് ചെയ്യൂല. ഞാൻ പറയുന്നത് നിങ്ങൾ നേരത്തെ എടുത്ത് വെച്ച ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ഒന്നെങ്കിൽ സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ക്ലിയർ ആയിട്ട് എടുത്ത് 4 കോണറും നല്ല രീതിയിൽ കാണാവുന്ന MRZ സോൺ ക്ലിയർ ആയിട്ട് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഫോട്ടോസ് മാത്രം അപ്ലോഡ് ചെയ്യാവുള്ളൂ. അത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കൂടെ നമ്മളോട് ചോദിക്കും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന്. ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അത് അക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ എന്ന് അവർ നമ്മളോട് പറയും. ഫോട്ടോ ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയും, ഇല്ലെങ്കിൽ വേറെ ഫയൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയും. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ അടിച്ച് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മെയിൽ വരും. എന്നിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കൊരു വേറൊരു മെയിലും കൂടെ വരും, നിങ്ങളുടെ ഈ വിസ പാസ്പോർട്ടുമായിട്ട് ലിങ്കായി എന്ന് പറഞ്ഞിട്ട്. ഇത്ര സിമ്പിളാണ് ഈ വിസ പാസ്പോർട്ടുമായിട്ട് ലിങ്ക് ചെയ്യുന്ന പ്രോസസ്സ്. ഇങ്ങനെ ഇത്ര ഈസി ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ട കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഈ വിസ പാസ്പോർട്ടുമായിട്ട് ലിങ്ക് ചെയ്യുക. ഈ വിസ പാസ്പോർട്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിസ വാലിഡിറ്റി ഒരിക്കലും നിങ്ങളുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടൂല. അതുകൊണ്ട് ഈ വിസ പാസ്പോർട്ടുമായിട്ട് ലിങ്ക് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ ഒരു ചെറിയ സമയം എടുക്കുകയുള്ളൂ. നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് ഇമിഗ്രേഷനിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഹീത്രോ അല്ലെങ്കിൽ ലണ്ടനിൽ അല്ലെങ്കിൽ UK ഏത് എയർപോർട്ടിൽ വന്നിറങ്ങിയാലും നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് കിട്ടി പുറത്തിറങ്ങാൻ വേണ്ടി പറ്റും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.